ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ചെന്നൈ തന്നെയാണുള്ളത്. അപ്പോൾ ചെന്നൈയിൽ ഒരു സംഭവം കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഈ കാണുന്നതുണ്ടോ, കല്ലുകൾ സ്ഥാപിച്ചാണോ, കുറേ കല്ലുകൾ നമ്മളൊരു നല്ല അടിപൊളി ഒരു മൈതാനത്ത് സ്ഥാപിച്ച് വെച്ചേക്കണം. അപ്പോൾ ഞങ്ങൾ പോണ വഴി കണ്ടപ്പോൾ ഒരു ആകാംക്ഷ ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണത്, ഇത് വെറും കല്ലുകളല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാർക്ക് വേണ്ടി, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചേക്കണ ഓരോ കല്ലുകളാണ് കേട്ടോ. 856 കല്ലുകളുണ്ട് ഇവിടെ. 856 പേർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചാണ് കല്ലുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. നമുക്കൊന്ന് ചോദിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോ കല്ലിൽ അവരുടെ പേരും അവരുടെ വയസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 19 വയസ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ മരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഓരോരുത്തരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാണ്. ഇവിടെ ആരുടെയും ബോഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ബോഡികളൊക്കെ വേറെ ഓരോ സ്ഥലങ്ങളിലായിട്ടാണുള്ളത്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറേ കല്ലുകൾ അവരുടെ പേരിൽ സ്ഥാപിച്ചതാണ്. ഇതൊക്കെ കണ്ടോ, MC ഗ്രില്ലീസ് 20 വയസ്സുള്ളൂ. അതുപോലെ ഇത് ഓരോ കല്ലിനും ഓരോ പടമാണ് കൊടുത്താണ്. ഈ പടം അവരുടെ എന്താ പറയുക, റാങ്കിന് സൂചിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വെച്ചാൽ എനിക്കും അറിയില്ല. ഇത് റോയൽ എന്തോ. അപ്പോൾ ഇതുണ്ടോ, ഓരോ കല്ലിലും ഓരോ ഇത് കൊടുത്താനുണ്ടോ, ഓരോ സിമ്പിൾസ് കൊടുത്താണ്. ഇതുണ്ടോ കേട്ടോ, അതും അവരുടെ ഓരോ റാങ്കിലും സൂചിപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ 856 കല്ലുകളും 856 റാങ്കുകളും. ഇതിൻ്റെ കൂടെ കുറേ നേഴ്സുമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത, ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചതാണ്. ഇത് വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് കൊണ്ടുനടക്കുന്നത്. ഒരു വേസ്റ്റ് കഷ്ണമോ ഒരു സാധനം. മെയിനായിട്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ വരുമ്പോൾ ഇതുണ്ടോ, ഇവിടെ ഒരു മനുഷ്യനില്ല, ഞാനും ജിംബറും മാത്രം. 2 ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ച 856 കോമൺവെൽത്ത് സൈനികരുടെ ശവകുടീരങ്ങളാണ് ഇവിടെ ഉള്ളത്. സൈനിക സേവനത്തിൽ മരിച്ച കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ജനങ്ങളെ ആദരാഞ്ജലി അർപ്പിക്കാൻ 1952 ഇമ്പീരിയൽ വാർ ഗ്രേവ്സ് കമ്മീഷനാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യ ഗവൺമെൻറ് സഹായത്തോടെയാണ് CWGC ആണ് ഈ സെമിത്തേരി പരിപാലിക്കുന്നത്. പെട്ടെന്ന് നോക്കിയാൽ ഒരു കുരിശ് പോലെ തോന്നുമെങ്കിലും ഇത് കുരിശല്ല കേട്ടോ. അതിൻ്റെ അകത്ത് അന്നത്തെ പടയാളികളുടെ ആ ഒരു വാളിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സിമ്പിളിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ ഈ ഇത്രയും 856 പേരുടെ സ്മാരകങ്ങൾ അവർ ഫിക്സ് ചെയ്തേക്കണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓടിച്ച് നോക്കിയ സമയത്ത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതിനകത്ത് കൂടുതലും പേരുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 തൊട്ട് 21 വയസ്സ് വരെയാണ്. ആ ഏജിലുള്ള ആൾക്കാരാണ് കൂടുതലും ഈ യുദ്ധത്തിൽ മരിച്ച് ഇവിടെ ശില സ്ഥാപിച്ച് വെച്ചേക്കണം. അതിൽ കൂടുതലും പേര് ഇതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ക്യാപ്റ്റന്മാരുണ്ട്, അതുപോലെ നേഴ്സുമാരുണ്ട്, അങ്ങനെ കുറേ തസ്തികയിലുള്ളവരുണ്ട്. അതിൻ്റെ ഓരോരുത്തരെയും തസ്തികയുടെ ഫോട്ടോ മീൻസ് ചിഹ്നങ്ങളാണ് അവരുടെ ഓരോ കല്ലിലും ഇവിടെ കൊത്തി വെച്ചേക്കണം കേട്ടോ. അങ്ങനെ 856 കല്ലുകളാണുള്ളത്. ക്യാപ്റ്റന്മാരും ഡോക്ടേഴ്സ് അങ്ങനെ കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഗ്രാഹ്യമായിട്ട് പറയാൻ എനിക്കും അറിയില്ല. കാര്യം പറഞ്ഞാൽ അന്നത്തെ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ചിഹ്നത്തിൽ അന്നത്തേനും ഇന്നത്തേയും തമ്മിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടൊന്നുമില്ല. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ അന്നത്തെ കുറേ ചിഹ്നങ്ങളുണ്ട്. റോയൽ എന്നുള്ള 6 വെച്ചിട്ട്, അതുപോലെ കടുവയുടെ പടങ്ങളും കടുവ കൊടി പിടിച്ചിരിക്കുന്ന പടങ്ങളും ഒക്കെ ആയിട്ട് കുറേ ചിഹ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പറയാവുന്നവരുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തേരാം. ഇതിന് മുമ്പ് പോയിട്ടുള്ളവരാണെങ്കിലും ഇതിനെക്കുറിച്ച് വേറെ വിശേഷം, അതായത് ഇതിനെക്കുറിച്ച് വേറെ ഗ്രാഹ്യമായിട്ട് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്തേരാം. നമ്മൾ അറിയാൻ പാടാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണല്ലോ. ഇപ്പോൾ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദ സോൾഡിയർ ഹൂസ് നെയിംസ് ആർ ഹോണേർഡ് ഹിയർ സെർവ്ഡ് ആൻഡ് ഡയഡ് ഡ്യൂറിങ് ദ 1914 ആൻഡ് 1918 വാർ ആൻഡ് ആർ ബറീഡ് എൽസ്വെയർ ഇൻ ഇന്ത്യ. അതായത് ഇവിടെ അടക്കിയിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ ഈ വാറിൽ പങ്കെടുത്ത് മരിച്ച എല്ലാവരുടെയും പേര് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കണം. ഈ കല്ലിൽ എഴുതി വെച്ചാണ് 1 ലോക മഹായുദ്ധത്തിൽ മരിച്ച 1039 സൈനികരുടെ പേരായിട്ട് ഇവിടെ എഴുതി വെച്ചാണ്. മാർബിളിൽ കൊത്തി വെച്ചങ്ങനെയുണ്ടോ എല്ലാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് വേണ്ടി മരിച്ച ആൾക്കാരാണ് മരിച്ച ആൾക്കാരുടെ പ്രതീകങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാറുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ
അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മീൻസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ദിവസം ചെന്നൈയിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇതൊന്ന് കാണാൻ അടിപൊളിയായിരിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ടൂർ സ്പേസ് സംഭവങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ ഇവിടെ വന്ന് ഇത്രയും കണ്ടുമ്പോൾ, അതായത് ഞാൻ പറയില്ല, നമ്മൾ ആദ്യം കണ്ട ഒരു പയ്യൻ്റെ വയസ്സ് 19 വയസ്സാണ്. അപ്പോൾ 19 വയസ്സിലൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ച് നമുക്ക് വേണ്ടിയിട്ടും കൂടി ആണെന്നുള്ളൊരു ഇത് തോന്നൽ വന്നു കഴിയുമ്പോൾ നമുക്കും ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് വരും ഈ സ്ഥലത്തിന് വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയായിരിക്കും.